ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാട്ടോ. താഴെയും മുകളിലുമൊക്കെ ഫ്രില്ലൊക്കെ കൊടുത്ത് വീനക്ക് വേണമെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 22 ഇഞ്ച് അളവിൽ ഞാൻ 2 പീസ് തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 12 ഇഞ്ച് നീളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. ആ തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് ആം ഹോളും നെക്കും ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവും കൊടുത്ത് ഞാൻ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഷോൾഡറാണ്. 3 ഇഞ്ച് വീതിയാണ് ഞാൻ ഷോൾഡറിന് എടുക്കുന്നത്. താഴോട്ടൊരു 4.5 ഇഞ്ച് നീളത്തിൽ ആം ഹോളും ഞാൻ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലതുപോലെ വച്ച് നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തി എടുക്കണം. ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ഒക്കെ നമ്മളിനി അടയാളപ്പെടുത്തണം. ചെസ്റ്റിന് ഞാനൊരു 10 ഇഞ്ച് കൊടുത്തു. താഴോട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു 8 ഇഞ്ചും അടയാളപ്പെടുത്തി. ഹിപ്പിൻ്റെ ഭാഗത്തും ഒരു 10 ഇഞ്ച് 9 ഇഞ്ചാണ് ഞാൻ കൊടുത്തത്. എന്നിട്ടിങ്ങനെ ചെറിയൊരു കർവ് വരച്ച് നമ്മൾ അതിനെ പതിയെ ഇങ്ങനെ വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കുമ്പോൾ തുണിയൊട്ടും നീങ്ങി പോകാൻ പാടില്ല. സൂക്ഷിച്ച് നല്ലതുപോലെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. താഴത്തെ ഭാഗത്തും ചെറിയൊരു കർവ് പോലെ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രോക്കിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടും. ഇനി നമ്മൾ താഴത്തെ പോർഷനാണ് വെട്ടുന്നത്. ഫ്രില്ല് കൊടുക്കുന്ന ഭാഗം താഴത്തെ പാവാടയുടെ ഭാഗമാണ്. ഫ്രില്ല് കൊടുത്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ബോർഡർ നമ്മളതിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 55 ഇഞ്ച് നീളത്തിൽ 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ബോർഡറിനെ നമ്മൾ വെട്ടിയെടുത്ത് ഫ്രില്ല് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രില്ല് വയ്ക്കുമ്പോൾ ഫ്രോക്കിനൊക്കെ വളരെ ഭംഗിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഏത് ഫ്രോക്ക് വെച്ചാലും ഒരു ഫ്രില്ല് കൊടുക്കാറുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഫ്രില്ലിട്ട് തയ്ക്കുന്നതാണല്ലോ ഭംഗി. ഇത് നമ്മൾ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. മുകളിൽ നമ്മളൊരു ഫ്രില്ല് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നൊരു 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ ഫ്രില്ല് നമ്മൾ വെച്ച് കൊടുക്കും. ഇങ്ങനെ പതിയെ പതിയെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്കും ബാക്കും ഒക്കെ അടിച്ചിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ലുക്കാണത് കേട്ടോ. വള്ളിയൊക്കെ വച്ച് ആണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പുറകിൽ വീതിയിൽ തന്നെ നല്ല വള്ളി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രില്ലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ സിപ്പും ഒരു കുഞ്ഞു ഹുക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 13 ഇഞ്ച് അടയാളപ്പെടുത്തി 12ഉം 13 ഇഞ്ചും ഹിപ്പിൻ്റെ ഭാഗത്ത് 14 ഇഞ്ചും അടയാളപ്പെടുത്തിയാണ് നമ്മളിത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വിയും ബാക്കിൽ റൗണ്ട് നെക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചില ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ തയ്ക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.